എല്ലാവരും കൂടെ എങ്ങോട്ടാണെന്നല്ലേ അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞങ്ങളൊരു 4-5 പേരുണ്ട് കേട്ടോ പോവാൻ. അതിലെ മെയിൻ കഥാപാത്രമാണ് നമ്മുടെ പൂജ. ആൾ പകുതിക്ക് വെച്ച് മുങ്ങുമെന്ന് വിചാരിച്ചെങ്കിലും പക്ഷേ നമ്മൾ ത്രൂ ഔട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സാധനം ഞാൻ ആദ്യമായിട്ട് കേട്ടോ കഴിക്കുന്നത്. ഇതിൻ്റെ പേര് പഞ്ചാര നെല്ലിക്ക എന്നാണ് ഹസ്ബൻഡ് പറഞ്ഞത്. ശരിക്കും എന്താണെന്ന് അറിയില്ല. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു പേരമരം കണ്ടു കേട്ടോ. അങ്ങനെ അതിൽ നിന്ന് പേരയ്ക്ക പറിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കളറ് കണ്ടില്ലേ, ചെറുതാണെങ്കിലും നല്ല രുചി ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം മാങ്ങ സീസണല്ലേ, അങ്ങനെ മാങ്ങയും കിട്ടി. ഇതൊക്കെ കഴിച്ച് വായിക്കൊരു റെസ്റ്റ് ഇല്ലാതെ പോകുമായിരുന്നു. അപ്പോഴത്തെ ഈ ചെടി കണ്ടത് കേട്ടോ. നല്ല രസമുണ്ട്. ചെടിയാണോ മരമാണോന്ന് അറിയില്ല. മൊത്തത്തിൽ പൂത്തിരിക്കുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് വയലിലോട്ടാണ്. വയലിൻ്റെ അറ്റത്തായിട്ടൊരു കുളം ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അതൊന്ന് കണ്ടു കളയാമെന്ന് വിചാരിച്ചു. അതാ പോകുന്ന കണ്ടില്ലേ, പോകുന്ന പോക്ക് കണ്ടാൽ തോന്നുന്നു അവക്കാണ് വഴി അറിയാവുന്നതെന്ന്. എന്തായാലും നമ്മുടെ കുഞ്ഞിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് അച്ഛൻ്റെ കൂടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതാണ് കുളം. കുളം അത്യാവശ്യം നല്ല വലിയ കുളമാണ് കേട്ടോ, പക്ഷെ ആഴമില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് അല്ലറ ചില്ലറ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങിയത് ഒരു വൈകിട്ടൊരു സമയത്താണ്. കണ്ടില്ലേ, ഇവിടെയൊക്കെ വാഴയുടെ ഇടയിലായിട്ട് കൂടുതലും കാപ്പി കൃഷിയാണ് ഇവിടെ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പം നമ്മൾ ഇറങ്ങിയത് വൈകിട്ടായതുകൊണ്ട് തന്നെ സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ടായിരുന്നു. ആകാശം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. വൈകിട്ടായതുകൊണ്ട് തന്നെ ക്ലൈമറ്റും നല്ലൊരു ചെറിയ തണുത്ത കാറ്റും എന്താ പറയുക, മൊത്തത്തിലൊരു രസമുണ്ടായിരുന്നു കേട്ടോ ആ സ്ഥലത്തൂടെ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. തോട്ടിലേക്കാണ് നമ്മൾ വന്നത്. പക്ഷേ ചീറ്റിപ്പോയി, വെള്ളം ഉണ്ടായിരുന്നില്ല. പക്ഷേ തോട്ടിൽ വെള്ളം ഇല്ലായിരുന്നെങ്കിലും നമ്മളെല്ലാവരും ഹാപ്പി ആയിരുന്നു കേട്ടോ. കുഞ്ഞിനെ കണ്ടില്ലേ, അവനും ഹാപ്പിയാണ്. അവന് കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. നമ്മളെത്തി കുറച്ച് നേരം കഴിഞ്ഞിട്ടാട്ടോ നമ്മുടെ പൂച്ച എത്തിയത്. കാരണം എന്താ, ഈ കാണുന്ന ആളെ കണ്ട് പേടിച്ച് അവിടെ മുങ്ങി നിൽക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു വന്നിരുന്നു. അപ്പോഴാണ് നമ്മുടെ വീട്ടിൽ നിന്ന് വേറെ 2 പേരും കൂടെ വരുന്നത്. ഇതാട്ടോ ലിച്ചി, നമ്മുടെ വീട്ടിലെ കേട്ടോ. ആളെ നമ്മൾ അങ്ങനെ അധികം അഴിച്ചു വിടാറില്ല. അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ എങ്ങോട്ടേലൊക്കെ പോകും. അപ്പോൾ ആൾക്കും ഭയങ്കര സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടായിരിക്കും ആളും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പം നമ്മുടെ ആപ്പന്, അതായത് ഹസ്ബൻഡിൻ്റെ അനിയനെ ഭയങ്കര ഇഷ്ടമായിട്ടോ നമ്മുടെ കുഞ്ഞിന്. എപ്പോൾ കണ്ടാലും ഭയങ്കര കളിയും ചിരിയായിരിക്കും. അതായിരിക്കും നിങ്ങൾ കാണുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ നേരെ വീട്ടിലേക്ക് പോകാൻ നിന്നു. അപ്പം എന്താ കാണാം, ഒരാൾ വാഴയുടെ പുറത്ത് കയറി നിൽപ്പുണ്ട്. നമ്മുടെ ലിച്ചിനെ കണ്ടിട്ട് പൂച്ച വാഴയിൽ കയറി നിൽക്കുകയാണ്. പക്ഷേ ലിച്ചി വെറും പാവായിട്ട് ആളൊന്നും ചെയ്യില്ല. പക്ഷെ നമ്മുടെ പൂച്ച പുതിയ ആളായതുകൊണ്ട് 2 പേരും കൂടെ കണക്റ്റായി വരുന്നതേ ഉള്ളൂ. അങ്ങനെ എല്ലാവരും കൂടെ വീട്ടിൽ കയറാൻ വേണ്ടിയുള്ള പോക്കാണ്. അപ്പോൾ അതാ വീണ്ടും ആപ്പനെ കണ്ടിട്ടുള്ള നാണം കുണുങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കുഞ്ഞ്. പോകുന്ന വഴിക്ക് നമ്മൾ ചെറിയൊരു കുരുവിയുടെ കൂട് കണ്ടു കേട്ടോ. ചെറിയ കൂടായിരുന്നു. എന്ത് രസമായിട്ട് കണ്ടില്ലേ, എന്ത് രസമായിട്ട് അത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ. എന്തായാലും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ നേരെ വീട്ടിൽ പോയി.